ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്തെ കിൻഫ്ര പാർക്കിൽ നിന്ന് ഇപ്പോൾ തീ പടരുന്ന വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലാകെ വൈറലാകുന്നത്. ബ്ലീച്ചിംഗ് പൗഡർ കുത്തിനിറച്ച ഗോഡൌണിൽ വൃത്തിയാക്കലിനും മറ്റും രാസവസ്തുക്കളും പിന്നെ മരുന്നിന്റെ കുമ്പാരവുമായി ഉണ്ടായിരുന്നതിന് ഇപ്പോൾ തീപിടിച്ചിരിക്കുകയാണ്. 1.5 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കത്തിപ്പടർന്ന ബ്ലീച്ചിംഗ് പൗഡർ രാസവസ്തുക്കൾ നിറഞ്ഞ കെട്ടിടമാണ് കത്തിയതെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. അതിനൊപ്പം മരുന്നുകളും ഉണ്ടായിരുന്നതെല്ലാം കൂടി സൂക്ഷിച്ച് ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വേഗം കത്തുകയായിരുന്നു. വലിയ ഒരു പൊട്ടിത്തെറിയാണ് വെളുപ്പിനെ 1:45 സംഭവിച്ചത്. തിരുവനന്തപുരം കിൻഫ്രയിലാണ് കത്തിയത്. കനത്ത ചൂടിൽ രാസവസ്തുക്കൾ കത്തി പൊട്ടിത്തെറിച്ചതാണ് വൻ അഗ്നിബാധയ്ക്ക് കാരണമായത്. യാതൊരു സുരക്ഷയും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന ആരോപണവും ഉയരുന്നു. സുരക്ഷാ ക്രമീകരണമില്ലാത്തെല്ലാം സൂക്ഷിച്ചും, അതും സർക്കാർ കെട്ടിടത്തിൽ. അഗ്നിശമന സേനയുടെ ജീവൻ പണയം വെച്ചുള്ള പ്രവർത്തനമാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഇതിനിടയിൽ അവർക്ക് നഷ്ടമായത് അവരുടെ രഞ്ജിത്തിനെയും സഹപ്രവർത്തകനെ നഷ്ടമായിട്ട് പോലും ജീവൻ പണയം വെച്ച് തന്നെയാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും കെട്ടിടത്തിൽ നിന്ന് തീയണയ്ക്കാനും ശ്രമിച്ചത്. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിൽ വൻ തീപിടുത്തം നടന്നതോടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് തീപിടിച്ചു. രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ കോൺക്രീറ്റ് ഭാഗം ഇടിഞ്ഞു വീണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ സ്വദേശി രഞ്ജിത്താണ്. 32 വയസ്സായിരുന്നു രഞ്ജിത്തിന്. പുലർച്ചെ 1:30 വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദത്തോടെ ഗോഡൌണിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. സുരക്ഷാ ജീവനക്കാരൻ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റും അപകട സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. 1.5 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ കണക്ക് വന്നു. സർക്കാരിന്റെ കെട്ടിടത്തിലും സുരക്ഷാ വീഴ്ച ഏറെ ഉണ്ടെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ തീപിടുത്തമെന്ന് വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നു. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല എന്നും കെമിക്കലുകളും സൂക്ഷിച്ചിരുന്ന ചെറിയ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നാണ് പുറത്തുവന്ന ആദ്യത്തെ വാർത്ത. അതിന് പിന്നാലെ തന്നെയാണ് ബ്ലീച്ചിംഗ് പൗഡറും രാസവസ്തുക്കൾ നിറഞ്ഞ കെട്ടിടവുമാണ് കത്തി നശിച്ചതെന്ന് പുറത്തുവന്ന വാർത്തയിൽ പറയുന്നത്. ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യം തന്നെയാണ് എല്ലാവർക്കും സങ്കടമായി മാറുന്നത്. തീയണയ്ക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ചിലരുടെ അനാസ്ഥ കാരണം സ്വന്തം ജീവൻ തന്റെ ഔദ്യോഗിക കാര്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു യുവാവ്, ഒരു ഓഫീസർ. രാസവസ്തുക്കളാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം വ്യാപകമായി തന്നെ ഉണ്ടാകാൻ ഇടയുണ്ട്. തുമ്പ കിൻഫ്ര പാർക്കിൽ വന്ന തീപിടുത്തമാണ് ഇപ്പോൾ നടന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന വാർത്തകളിൽ വ്യക്തമാകുന്നു. സെക്യൂരിറ്റി മാത്രമേ തീപിടിച്ച സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. കെമിക്കലുകളും സൂക്ഷിച്ചിരുന്ന ചെറിയ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. എല്ലാം മറികടന്ന് തീ അണയ്ക്കാനായി ആദ്യം മുന്നിലെത്തിയത് രഞ്ജിത്ത് തന്നെയാണ്. എല്ലാത്തിനെയും മറികടന്ന് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദേഹത്തറിയാതെ തീ പിടിച്ചതും അത് ഉണ്ടായ പ്രശ്നവും. തീ അണയ്ക്കുന്നതിനിടെ ഫയർഫോഴ്സ് ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത അപകടം സംഭവിച്ചതു മുതൽ പുറത്തുവരുന്നു. ചാക്കി യൂണിറ്റിലെ ഫയർമാൻ JS രഞ്ജിത്താണ് മരിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ കെട്ടിടത്തിന്റെ ഭാഗം ശരീരത്തിലേക്ക് വീഴുകയും അതുമൂലമാണ് മരണത്തിലേക്ക് എത്തുകയും ചെയ്തത്. ശരീരത്തിന്റെ കുറച്ച് ഭാഗത്ത് തീ ഉണ്ടായിരുന്നു. തീ പിടിക്കുകയും അതും മരണകാര്യത്തിന് കാരണമായി മാറുകയും ചെയ്തു. കെട്ടിടത്തിനിടയിൽ നിന്നും രഞ്ജിത്തിനെ പുറത്തേക്കെടുക്കാൻ സമയം ഒരുപാടാണ് എടുത്തത്. അതിനുള്ള സേനയൊന്നും തന്നെ അവിടെ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പുറത്തേക്കെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ മാരക പരിക്കും പൊള്ളലുമാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ വെച്ച് രഞ്ജിത്ത് മരിക്കുകയായിരുന്നു. വലിയ പുകയാണ് തീപിടുത്തത്തിന്റെ ഭാഗമായി ഉണ്ടായത്. 12ഓളം ഫയർഫോഴ്സ് യൂണിറ്റാണ് തീയണയ്ക്കാൻ ശ്രമിച്ചത്. രഞ്ജിത്തിനെ രക്ഷിക്കുന്നതിനിടയിൽ തന്നെ പലർക്കും പുകയേറ്റതും തീയേറ്റതുമായിട്ടുള്ള പരിക്കുകളും ഉണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഫയർഫോഴ്സിന്റെ ആദ്യ ശ്രമമാണ് പൂർണ്ണമായും വിജയമായത്. കെട്ടിടം തകർത്ത് അകത്ത് കയറാനുള്ള ശ്രമത്തിനിടെയാണ് അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മരണവും ഉണ്ടായത്. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മരുന്ന് സംഭരണ വിതരണ കേന്ദ്രത്തിലാണ് തീ ആദ്യം പടർന്നത്. പിന്നീട് ചാക്കിൽ നിന്നും മറ്റ് യൂണിറ്റുകളും ഇവിടേക്ക് എത്തി. പിന്നീട് പൊട്ടിത്തെറിയുടെ ആഘാതം തീ പടർന്നു പിടിക്കാൻ കാരണമായെന്നും വാദമുണ്ട്.